എല്ലാവർക്കും നമസ്കാരം. വ്യായാമം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. വ്യായാമം ചെയ്യുന്നത് കൊണ്ട് എസ്പെഷ്യലി കരിയറിലും അതേപോലെ മാനസികാരോഗ്യത്തിനും ഏറ്റവും പ്രധാനം ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കരിയർ ഗ്രോത്തിനായി നമുക്ക് വ്യായാമം എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. കരിയർ ഗ്രോത്തിന് നിങ്ങളുടെ കരിയറിനെ എങ്ങനെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിന് അതുമായി ബന്ധപ്പെട്ട മാനസിക ആരോഗ്യത്തിനും കൂടി വ്യായാമം നല്ല രീതിയിൽ ഉപകാരപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല, നിങ്ങൾക്കറിയാം. എന്നിരുന്നാലും ചില പോയിന്റുകൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുകയാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. ബെൽ ബട്ടൺ അമർത്തുവാനും മറക്കരുത്. ഒന്നാമത്തെ പോയിന്റ് തന്നെ നിങ്ങളുടെ തലച്ചോറിലേക്ക് വ്യായാമത്തിലൂടെ നിങ്ങളുടെ തലച്ചോറിലേക്ക് നല്ല രീതിയിൽ രക്തപ്രവാഹം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻ, ചിന്താശേഷികൾ, നിങ്ങളുടെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ചിന്താശേഷികൾ നല്ല രീതിയിൽ വർദ്ധിക്കുവാൻ, നല്ല രീതിയിൽ അതിന് പെർഫോം ചെയ്യുവാൻ സാധ്യമാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. വ്യായാമം ചെയ്യുക വഴി നമ്മുടെ ശരീരത്തിലെ കോർട്ടിസോളിൻ്റെ അളവ് വളരെയധികം കുറയുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, കോർട്ടിസോൾ എന്ന് പറയുന്നത് സ്ട്രെസ് ഹോർമോണാണ്. അത് നല്ല രീതിയിൽ കുറയുന്നു. അതിൻ്റെ കൂടെ പോസിറ്റീവ് ഹോർമോൺസായ അല്ലെങ്കിൽ മൂഡ് എൻഹാൻസ് ചെയ്യുന്ന ഹോർമോൺസായ സെറോട്ടോണിൻ, ഡൊപ്പാമീൻ, ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ എന്നിവ വർദ്ധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ചിന്താശേഷി കൂടുന്നതിനോടൊപ്പം തന്നെ സ്ട്രെസ് നല്ല രീതിയിൽ കുറയുകയും ചെയ്യും. നിങ്ങളുടെ മൂഡ് എപ്പോഴും അപ്ലിഫ്റ്റ് ആയിരിക്കും എന്നുള്ളതും വ്യായാമത്തിൻ്റെ മറ്റൊരു ഗുണമാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും വ്യായാമം ചെയ്യുക വഴി നിങ്ങളുടെ മൂഡ് അപ്ലിഫ്റ്റ് ആയിരിക്കും എന്നുള്ളത് ഞാൻ കഴിഞ്ഞ പോയിന്റിൽ പറഞ്ഞു. ഇതിൽ നമ്മൾ ഈ പറയുന്ന പോസിറ്റീവ് ഹോർമോണായ ഡൊപ്പാമീൻ, ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ, സെറോട്ടോണിൻ എന്നിവയുടെ അളവ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത് വഴി നിങ്ങളുടെ മൂഡ് സ്ട്രോങ് ആയിരിക്കുകയും പോസിറ്റീവ് ആയിരിക്കുകയും നിങ്ങൾ ചെയ്യുന്ന ജോലികളിലെല്ലാം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുവാനും പെർഫോം ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും എന്നുള്ളതും വ്യായാമത്തിൻ്റെ മറ്റൊരു പോസിറ്റീവ് ഘടകമാണ്. വ്യായാമം ചെയ്യുക വഴി നിങ്ങളുടെ മൂഡ് അപ്ലിഫ്റ്റ് ആയിരിക്കുന്നു, നിങ്ങൾ സ്ട്രെസ് ഫ്രീ ആയി അനുഭവപ്പെടുന്നു, കാര്യങ്ങൾ കൂടുതൽ ഫോക്കസായി ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതെല്ലാം വഴി നിങ്ങളുടെ ആത്മവിശ്വാസവും ആത്മാഭിമാനവും, അതായത് സെൽഫ് കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും നല്ല രീതിയിൽ പരിപാലിക്കപ്പെടുന്നു. നിങ്ങൾ കുറച്ചുകൂടി സെൽഫ് കോൺഫിഡൻസ് ഉള്ള, സെൽഫ് എസ്റ്റീമുള്ള ഒരു വ്യക്തിയായി മാറുന്നു. ഇതും വ്യായാമത്തിൻ്റെ, ശാരീരിക വ്യായാമത്തിൻ്റെ ഒരു അനുകൂല ഘടകമാണ്. എല്ലാ ദിവസവും വ്യായാമം ചെയ്യുക വഴി ഉണ്ടാകുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണം നിങ്ങൾക്ക് നല്ല ഉറക്കം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഉറക്കം ലഭിക്കുന്നു എന്ന് മാത്രമല്ല, ആ ഉറക്കം ഫുൾഫിൽഡ് ഉറക്കമായിരിക്കും. അതേപോലെ റെസ്റ്റോറേറ്റീവ് സ്ലീപ്പ് എന്നാണ് പറയുക. നിങ്ങളെ കംപ്ലീറ്റ് റെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ബ്രെയിൻ ഫങ്ഷനെ എല്ലാം ഒന്ന് വളരെ ഭംഗിയായി തണുപ്പിച്ച് റിലാക്സ് ആക്കി വീണ്ടും റെസ്റ്റോറേറ്റീവ് കൂടുതൽ നല്ല രീതിയിൽ ഫങ്ഷൻ ചെയ്യുവാൻ നിങ്ങളുടെ ബ്രെയിനിനെ സഹായിക്കുന്ന തരത്തിലുള്ള ഉറക്കം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതും എക്സസൈസിൻ്റെ, വ്യായാമത്തിൻ്റെ മറ്റൊരു അനുകൂല ഘടകമാണ്. നിങ്ങൾക്ക് റെസിലിയൻസ് എക്സസൈസ് ചെയ്യുന്ന വഴി കൂടുന്നു. മാനസിക റെസിലിയൻസ്, അതായത് സമ്മർദ്ദങ്ങളെ അതിജീവിക്കുവാനുള്ള, പ്രതിരോധിക്കുവാനുള്ള ശേഷി നിങ്ങൾക്ക് എല്ലാ ദിവസവും വ്യായാമം ചെയ്യുക വഴി വർദ്ധിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. എല്ലാ ദിവസവും വ്യായാമം ചെയ്യുക വഴി വ്യായാമം ചെയ്യുന്നത് ഗ്രൂപ്പ് ഫിറ്റ്നസ് ആക്ടിവിറ്റീസിലൂടെയാണെങ്കിൽ, അതായത് മറ്റുള്ളവരുമായി കൂടുതൽ ഇടപഴകിക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന വ്യായാമമാണ് എന്നുണ്ടെങ്കിൽ, ലൈക്ക് സൂംബ ഡാൻസ് പോലെയുള്ള, പൈലറ്റ്സ് പോലെയുള്ള, അതുപോലെ മറ്റ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സോഷ്യൽ കണക്ഷൻസ് വർദ്ധിക്കുന്നു. മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനുള്ള സാഹചര്യം നിങ്ങൾക്ക് വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ സോഷ്യൽ കണക്ഷൻ വഴി ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദവും മറ്റ് വിഷയങ്ങളും, കണക്ഷൻ ഇല്ലായ്മ വഴി ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദവും മറ്റ് വിഷയങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുകയും കുറച്ചുകൂടി തുറന്ന മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടുകയും ചെയ്യുന്നു. വ്യായാമവും മറ്റു തരത്തിലുള്ള വിനോദ ഉപാധികളും കളികളും എല്ലാം മൈൻഡ്ഫുൾനെസ്സിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മളൊരു വിഷയം ചെയ്യുമ്പോൾ, ഈ വ്യായാമം ചെയ്യുമ്പോഴും അതേപോലെ മറ്റ് ഗെയിമുകൾ കളിക്കുമ്പോഴും നമ്മുടെ മനസ്സെപ്പോഴും ആ വ്യായാമത്തിലായിരിക്കും, ആ കളിയിലായിരിക്കും, ആ ഗെയിമിലായിരിക്കും.
അവിടെ നമുക്ക് മൈൻഡ്ഫുൾനെസ് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു. ആ മൈൻഡ്ഫുൾനെസ് ഉണ്ടാവുക വഴി നിങ്ങൾക്ക് നെഗറ്റീവ് ചിന്തകൾ വളരെയധികം കുറയുന്നു. നെഗറ്റീവ് ചിന്തകൾ ഉണ്ടാക്കുന്ന ഘടകങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തന്നെയും അത് ഈ സമയത്ത് വളരെയധികം കുറയ്ക്കപ്പെടുകയും അത് നിങ്ങൾക്ക് കൂടുതൽ ഉത്തേജനം നൽകുകയും നല്ല മൂഡ് പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് വ്യായാമം, കളി ഇത് രണ്ടും മൈൻഡ്ഫുൾനെസ് പ്രദാനം ചെയ്യുന്നു എന്നുള്ളതും നിങ്ങളുടെ മനസ്സിൽ നല്ല രീതിയിൽ പതിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. എല്ലാ ദിവസവും വ്യായാമം ചെയ്യുക വഴി സ്വാഭാവികമായും നിങ്ങളുടെ എനർജി വർദ്ധിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ കോർട്ടിസോളിൻ്റെ അളവ് കൂടുന്നു. നല്ല പോസിറ്റീവായ ഹോർമോണുകളുടെ അളവ് കൂടുന്നതുകൊണ്ട് നല്ല രീതിയിൽ രക്തസംക്രമണം, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുന്നതുകൊണ്ട്, നിങ്ങളുടെ ബ്രെയിനിലേക്ക് കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവുന്നതുകൊണ്ട്, നിങ്ങളുടെ ഹൃദയം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട്, നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ മനസ്സിൽ കൂടുതൽ എനർജി ഉണ്ടാവുന്നു എന്നുള്ളതും വ്യായാമത്തിൻ്റെ വളരെ പോസിറ്റീവായ ഒരു ഫലമാണ്. കരിയർ ഗ്രോത്തിനാണെങ്കിലും മാനസിക ഡെവലപ്മെൻറ്റിനാണെങ്കിലും മെൻ്റൽ ഡെവലപ്മെൻറ്റിനാണെങ്കിലും മെൻ്റൽ ഹെൽത്തിനാണെങ്കിലും എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും നല്ല രീതിയിൽ വ്യായാമം ചെയ്യുകയോ ഏതെങ്കിലും വിനോദ രീതിയിലുള്ള കളികളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നത് വളരെയധികം ഗുണം ചെയ്യും എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.